നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് വരലക്ഷ്മി ശരത് കുമാർ. നടൻ ശരത് കുമാറിന്റെ മകളായ വരലക്ഷ്മി അച്ഛന്റെ പാത പിന്തുടർന്നാണ് സിനിമയിലെത്തിയത്. താരപുത്രി എന്ന നിലയിൽ വരലക്ഷ്മിയുടെ സിനിമയിലേക്കുള്ള വരവ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തമിഴകത്തിന്റെ താരപുത്രി എന്ന വിശേഷണത്തെക്കാളും തന്റേതായ നിലയിൽ സിനിമയിൽ ഇടം നേടിയ നടിയാണ് വരലക്ഷ്മി. തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമെല്ലാം ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന വരലക്ഷ്മി മലയാളത്തിലും ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. വ്യത്യസ്തമായ കഥാപാത്രത്തിനായാണ് താൻ കാത്തിരിക്കുന്നതെന്ന് താരം മുൻപ് പറഞ്ഞിരുന്നു. പതിവിൽ നിന്നും വ്യത്യസ്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളെയും വരലക്ഷ്മി ഏറ്റെടുത്തിരുന്നു. നെഗറ്റീവ് സ്വഭാവമുള്ള കഥാപാത്രത്തിന്റെ വരവിന് ശക്തമായ പിന്തുണയായിരുന്നു ലഭിച്ചിരുന്നത്. സ്ഥിരം റൊമാൻറ്റിക് നായിക കഥാപാത്രങ്ങളിൽ നിന്നും മാറി കുറച്ച് ബോൾഡ് ലുക്കുള്ള വേഷങ്ങളാണ് വരലക്ഷ്മി ഇതുവരെ ചെയ്തിട്ടുള്ളത്. കസബയിലെ കമലയായും മാസ്റ്റർ പീസിലെ ഭവാനി ദുർഗയായും കാറ്റിലെ മുത്തുലക്ഷ്മിയായും മലയാളികളുടെ മനസ്സിലും ഇടം നേടാൻ വരലക്ഷ്മിക്ക് സാധിച്ചു. വരലക്ഷ്മി അവതരിപ്പിച്ചവയിൽ ഏറെയും വില്ലൻ ടച്ചുള്ള കഥാപാത്രങ്ങളായിരുന്നു. അവ അതിശയിപ്പിക്കുന്ന രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിക്കാനും വരലക്ഷ്മിക്ക് സാധിച്ചു. 2012 സിംബു നായകനായ പോടാ പോടി എന്ന ചിത്രത്തിലൂടെയാണ് വരലക്ഷ്മി സിനിമയിലെത്തിയത്. നടി എന്നതിലുപരി നല്ലൊരു നർത്തകിയും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് താരം. കഴിഞ്ഞ ദിവസമായിരുന്നു വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വരലക്ഷ്മിയുടെ രണ്ടാനമ്മയും നടിയുമായ രാധിക ശരത് കുമാറാണ് വരലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കിട്ടത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട വരലക്ഷ്മി ശരത് കുമാർ അവളുടെ ആത്മസുഹൃത്ത് നിക്കോളായ് സച്ദേവിൽ തന്റെ സോൾമേറ്റിനെ കണ്ടെത്തി. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ഇന്നലെ മുംബൈയിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തി. അവൾക്ക് ഞങ്ങൾ സന്തോഷം നേരുന്നു എന്നാണ് ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ട് രാധിക കുറിച്ചത്. വരലക്ഷ്മിയുടേത് പ്രണയ വിവാഹമാണ്. നിക്കോളായ് സച്ദേവാണ് വരലക്ഷ്മിയുടെ പ്രതിശ്രുത വരൻ. വരലക്ഷ്മിയും നിക്കോളായ് സച്ദേവും കഴിഞ്ഞ 14 വർഷമായി സുഹൃത്തുക്കളായിരുന്നു. ഈ വർഷ അവസാനത്തോടെ വിവാഹം ഉണ്ടാകുമെന്നും വൈകാതെ ഇരുവരും വിവാഹ തീയതി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗാലറിസ്റ്റാണ് വരലക്ഷ്മിയുടെ വരൻ നിക്കോളായ്. തമിഴ് സ്റ്റൈലിലാണ് വിവാഹ നിശ്ചയം നടന്നത്. വളരെ ലളിതമായിട്ടായിരുന്നു ചടങ്ങ് നടന്നതെന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഓഫ് വൈറ്റിൽ ഗോൾഡൻ ബോർഡറുള്ള സാരിയും റോസ് നിറത്തിലുള്ള ബ്രോക്കേഡ് ബ്ലൗസും അതിനിണങ്ങിയ ആഭരണങ്ങളും അണിഞ്ഞ് സിമ്പിൾ ലുക്കിലാണ് ചടങ്ങിന് വരലക്ഷ്മി എത്തിയത്. ടിപ്പിക്കൽ തമിഴ് പയ്യനായി മുണ്ടും ഷർട്ടും ധരിച്ചാണ് വരലക്ഷ്മിയുടെ വരൻ നിക്കോളായ് സച്ദേവ് എത്തിയത്. ചിത്രങ്ങൾ വൈറലായതോടെ ലിസി ലക്ഷ്മി അടക്കമുള്ള താരങ്ങൾ വരലക്ഷ്മിക്കും വരനും ആശംസകൾ നേർന്നെത്തി. അതേസമയം വരലക്ഷ്മി വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കിട്ടതോടെ ഫോട്ടോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ട കമന്റുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പൊതുവെ സെലിബ്രിറ്റികളുടെ വിവാഹ നിശ്ചയം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഉണ്ടാകും. വരലക്ഷ്മിയുടെ കാര്യത്തിലും അതിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. വരനെ അടിമുടി നോക്കി ഇഴകീറി പരിശോധിച്ചാണ് ഓരോ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും കമന്റ് ഇട്ടിരിക്കുന്നത്. ബോഡി ഷെയ്മിംഗ് ചെയ്യുന്ന തരത്തിലും വരലക്ഷ്മിയുടെ മുൻകാല പ്രണയങ്ങളെ വീണ്ടും വലിച്ചിട്ടുള്ളതുമായ കമന്റുകളും നടിയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഏറെയും കമന്റുകൾ നിക്കോളായ് സച്ദേവിന്റെ ശരീരത്തെക്കുറിച്ചുള്ളതാണ്. ഇതാരാ, ഹൾക്കോ? ഒട്ടും ചേർച്ചയില്ലാത്ത ജോഡി എന്നാണ് ഒരാൾ കുറിച്ചത്. അക്വാമാനെ പോലെ ഉണ്ടല്ലോ വരലക്ഷ്മിക്ക് ഒട്ടും ചേരാത്ത വരൻ, ഒന്നുകൂടി ചിന്തിച്ചിട്ട് വിവാഹത്തിലേക്ക് കടന്നാൽ പോരെ എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ. നിക്കോളായ് സച്ദേവിന്റെ രണ്ടാം വിവാഹമാണ് വരലക്ഷ്മിയുമായി നടക്കാൻ പോകുന്നതെന്ന തരത്തിലും കമന്റുകളുണ്ട്. ചിലർ നടൻ വിശാൽ രക്ഷപ്പെട്ടതിൽ സന്തോഷമെന്ന തരത്തിലും കമന്റ് ചെയ്തിട്ടുണ്ട്. വരലക്ഷ്മിയും വിശാലും ഒരിടയ്ക്ക് പ്രണയത്തിലായിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിശാലുമായുള്ള പ്രണയബന്ധം തകർന്നുവെന്ന് വെളിപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപ് വരലക്ഷ്മി പങ്കുവച്ച ട്വീറ്റും ഒരിടയ്ക്ക് വലിയ ചർച്ചയായിരുന്നു. പ്രണയം ഇപ്പോൾ വേറൊരു തലത്തിലെത്തിയിരിക്കുന്നു. 7 വർഷം നീണ്ട പ്രണയം അയാൾ മാനേജർ വഴിയാണ് അറിയിച്ചത്. ഈ ലോകം ഇത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? എവിടെയാണ് സ്നേഹം? ഇങ്ങനെ ചോദിച്ചാണ് വരലക്ഷ്മി തന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ അന്ന് ട്വീറ്റ് ചെയ്തത്. അതേസമയം താൻ വിവാഹിതയാകില്ലെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും നടിയുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾക്ക് താഴെ കമന്റുകൾ വന്നിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ആദ്യം പുറത്തുവിട്ടത് വരലക്ഷ്മിയുടെ പിതാവും നടനുമായ ശരത് കുമാറിന്റെ രണ്ടാം ഭാര്യ രാധികയാണ്. ശരത് കുമാറിന്റെ ആദ്യ ഭാര്യ ഛായയിലെ മകളാണ് വരലക്ഷ്മി. ഈ ബന്ധത്തിൽ വരലക്ഷ്മിക്ക് പുറമെ പൂജ എന്ന മകൾ കൂടി ഇവർക്കുണ്ട്. അടുത്തിടെ പുറത്തിറങ്ങിയ തെലുങ്ക് സൂപ്പർ ഹീറോ ചിത്രമായ ഹനുമാനാണ് നടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ. ധനുഷ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ രായനിൽ കാളിദാസ് ജയറാം, SJ സൂര്യ, സെൽവരാഘവൻ, പ്രകാശ് രാജ്, അപർണ ബാലമുരളി എന്നിവർക്കൊപ്പം വരലക്ഷ്മി അഭിനയിക്കുന്നുണ്ട്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.